നമ്മുടെ പഞ്ഞൻ കുണ്ടിക്കാടിന്റെ അല്ല പാണ്ടിക്കാട് കുഞ്ഞന്റെ ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോ കണ്ടത് അദ്ദേഹം ഈ പറയുന്നത് പോലെ ആളുകളോട് പൊരുത്തവും മാപ്പും ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ പശ്ചാത്തലവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വളരെ തികച്ചും ഹലാലായതാണ്. അത് ഒന്ന് കാണാം. എല്ലാ തട്ടിപ്പുകാരെയും പോലെ നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞനും ഈ പറഞ്ഞ തട്ടിപ്പിന് പശ്ചാത്തലമായി സ്വീകരിച്ചിരിക്കുന്നത് ഈ ഹറമിലെ കഅബാലയവും അതുമായി ബന്ധപ്പെട്ട സ്ഥലവുമാണ്. എന്നിട്ടോ അതിനകത്ത് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞൻ എഴുതിയിരിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനെ കുറെ പൊരുത്തപ്പെടലുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. വല്ലവന്റെയും കൂടെ നിന്ന് അവന്റെ മുതല് ഒരുതരം പന്നിക്കാഷ്ടം പോലെ പറ്റിച്ചും മോഷ്ടിച്ചും ഒക്കെ വാങ്ങി തിന്നുകയോ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോ ഒക്കെ തിന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാം എന്നിരിക്കെ തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചു പോകുമ്പോഴോ ഒക്കെ ആ മുതൽ മുഴുവൻ ഇങ്ങ് കൈവശപ്പെടുത്തി വെച്ചുകൊണ്ട് പിന്നീട് പൊരുത്തം തരണം അല്ലെങ്കിൽ വേറെ ഏതാണ്ട് തരണം എന്നൊക്കെ പറഞ്ഞ് പൊരുത്തം വാങ്ങിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഒരാളിന്റെ കൂടെ കൂടി, എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ കൂടി അയാളെ തേച്ച് ഭിത്തിക്ക് പറ്റിച്ച് റെഡിയാക്കി. ഏത് കള്ളന്മാരും പറ്റിക്കാനായി ഉപയോഗിക്കുന്നത് ഇതുപോലെ ഒരു പശ്ചാത്തലമാണ്. രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ജീവിതത്തിന്റെ സങ്കടകരമായ കഥകൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ദീനീപരമായ പശ്ചാത്തലം. ഇത് രണ്ടും ഏത് വിത്താണോ ആ നിലത്തിൽ വിതയ്ക്കാൻ കഴിയുന്നതെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അത് വിതച്ച് അത് കൊയ്ത് തിന്നുന്ന പരമവൃത്തികെട്ടവന്മാരാണ് ഇത്തരം ആളുകൾ. ഈ പാണ്ടിക്കാട് കുഞ്ഞൻ എന്ന് പറയുന്ന ആള് നറുക്കെടുപ്പ് നടത്തി ആ നറുക്കെടുപ്പിൽ 1, 2, 3 സമ്മാനങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് അങ്ങ് കൈയിട്ട് അകത്തുനിന്നെടുത്ത് അതിന്റെ ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള എന്നാന്ന് ചോദിച്ചാൽ, പണ്ട് ഈ പശുക്കൾ വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഈ പശുക്കളുടെ ഡോക്ടർമാരല്ല, കോമ്പൗണ്ടർമാരെന്നോ ഇങ്ങാണ്ട് വിളിക്കുന്ന ഈ മെയിൽ നേഴ്സ് എന്നൊക്കെ പറയുന്നവർ വന്ന് ഈ ചെനയുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൈയിട്ട് നോക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. നമ്മളെയൊക്കെ കൊച്ചുങ്ങളാകുമ്പോൾ ഓടിച്ചു കളയും, അത് കാണാൻ നിൽക്കാതെ. അങ്ങനെ കൈയിട്ടെടുക്കുന്നത് പോലെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞൻ കൈയിട്ടെടുത്തത്. അങ്ങനെ എടുത്ത് അദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടന്നവർക്കെല്ലാം സംഗതി മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോ ഈ പെരുന്നാളിന്റെ പശ്ചാത്തലത്തിൽ വന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് ആരോടാ പ്രാർത്ഥിക്കുന്നത്? വീഡിയോ കാണുന്നവരോടാ പ്രാർത്ഥിക്കുന്നത്. സാധാരണ കഅബയിൽ പോകുന്നവരെല്ലാം കഅബയ്ക്ക് അഭിമുഖമായി ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. കുഞ്ഞൻ മൂടങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ സമുദായത്തിലെ ആളുകളെ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലൂടെ പറ്റിക്കാൻ എളുപ്പമാണ് എന്നുള്ള ആ ദുർബലമായ ഒരു സ്ഥിതി കൂടി പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. ഏതെങ്കിലും ഒരു ഫ്രോഡ് ഇതുപോലെ രംഗത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാണിച്ച് കൈകാര്യം ചെയ്യുമ്പോഴേക്കും അവനെ ജയ് വിളിച്ച് ഇനി അവൻ പറയുന്ന വാക്കുകൾക്കകത്തെ എന്തെങ്കിലും കാര്യങ്ങൾ തങ്ങളുടെ സംഘടനയോട് ചേർന്ന് നിൽക്കുന്നതാണെന്ന് തോന്നുകയോ, അല്ലെങ്കിൽ തങ്ങൾ എതിർക്കുന്ന സംഘടന ഇവനെ എതിർക്കുന്നുണ്ടെങ്കിൽ അവനെ ഇങ്ങ് വാരി പിടിച്ച് അങ്ങ് ഇളിയിൽ വെച്ച് തോളിൽ വെച്ച് കൊണ്ടു നടക്കുന്ന, എന്താ പറയേണ്ടത്, ചിത്തഭ്രമം ബാധിച്ച കുറെ ആളുകൾ ഈ സമുദായത്തിലുണ്ട്. അത് കുറെ കൂടുതലുള്ളത് മുസ്ലിം സമുദായത്തിലാണ്. അതുകൊണ്ടാണ് ഇത്തരം ജീവികളൊക്കെ ഇതിനകത്ത് പൂന്ത് വിളയാടുന്നത്. ഏതായാലും പാണ്ടിക്കാട് കുഞ്ഞന്റെ ആ പ്രാർത്ഥന കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രയേ ഉള്ളൂ. കുഞ്ഞ, നീ ഈ പണിയൊക്കെ എടുക്കാതെ ഈ ആളുകളുടെ കയ്യിൽ നിന്ന് പറ്റിച്ച കാശാണെങ്കിൽ ആ പറ്റിച്ച കാശ് അവർക്ക് തിരിച്ചു കൊടുത്തതിന് ശേഷം പിന്നെയാണ് പറ്റിച്ചതിന് മാപ്പ് പറയേണ്ടത്. അല്ലാതെ മുതലും വകയും തിന്നതിന് ശേഷം വെറുതെ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കോപ്പ് നേടാനാണ്? ഒരു കാര്യമില്ല.